കുറെ നേരം ആലും തുടങ്ങിയിട്ട് ഇവന് എപ്പ കഴിഞ്ഞ് എപ്പ വെളി വരാനേനി? എടാ വഴുതനങ്ങ മൂക്ക, അത് സാധാരണ പ്രേതമൊന്നുമല്ല. കാണിച്ചു തുടങ്ങിയാലേ ടൈപ്പ് ആയിട്ട് കാണിച്ചോണ്ടിരിക്കും. അത് മാത്രമല്ല ഐസ് ക്യൂബ് കൂടുതൽ ആ പ്ലേറ്റ് വരെ ഉണ്ടാക്കും. അയ്യോ, ഈ ചാൻസ് ഞാൻ മിസ് ചെയ്തല്ലോ. കൂന്തൽ കറുപ്പ്. എടാ പരിപ്പേ അവിടെ നിക്കടാ. എന്താടാ എന്നാ ഞങ്ങയാ? എടാ ഞാൻ അള്ളിക്കൊണ്ടത് ഈ തള്ളിക്കൊണ്ടുപോകണല്ലോ. തന്നെ കൊണ്ട് പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് മാറിക്കോ. ആരെ കൊണ്ട് പറ്റില്ല? അന്ന് പ്രേതൻ കണ്ണിൽ കാണാൻ പറ്റില്ല, പക്ഷെ അനിയന് കാണാൻ പറ്റി. ആ പേടി കൊണ്ട് അവൻ അലറി നിലവിളിക്കായിരുന്നു. പറ്റാത്ത കാര്യത്തിൽ എന്താണ് ഇത്ര സംസാരിക്കുന്നത്? ശക്തിമാനെ കാണാമല്ലോ. കണ്ടറിഞ്ഞൂടെ ഞാനാണ് ബലശാലിന്ന്. കാണുമ്പോ മനസ്സിലാവുന്ന ബലശാലിയല്ല. അതുകൊണ്ട് തെറ്റായി സംസാരിക്കല്ലേ. ഒരു കൈ നോക്കാം. എടി, മൂക്ക് സമയയുടെ മന്ത്രം വർക്കൗട്ടായി. കുറച്ചായിട്ട് മൂട് കയറുന്നുണ്ട്. റെഡി? മോന എനിക്കാണ്. ആ ഊരിന്റെ കുൽഫി എനിക്കുള്ളതാ. സ്റ്റാർട്ട്. എന്ത് പറ്റി സ്വാമി? അവരുടെ ഒരു അത്യാവശ്യ കാര്യം പറയാൻ മറന്നുപോയടോ. എന്താ സ്വാമി അത്? ആ മൂക്ക് ആര് തൊട്ടാലും 30 പേര് കാമ വെറി കൊണ്ടുവരും. അവര് മുമ്പിലുള്ളത് ആണായാലും ശരി പെണ്ണായാലും ശരി വച്ച് ചെയ്തിരിക്കുന്നേ. സ്വാമി, നിങ്ങളിപ്പോ എന്താ ചെയ്യാൻ പോകുന്നത്? അവരത് ചെയ്യാതെ ഞാൻ തടയാൻ പോവാ. എടോ, പെണ്ണ് അവിടെ ഉണ്ട്, പോയിടാ. എടോ, എന്നെ പിടിക്കുന്നത്? എന്നെ പിടിക്കടാ. എടോ വിടും. ഞങ്ങളെ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. നീ എന്തിനാടാ നടുവിൽ വരേണ്ടത്? എന്താ ഈ ചരക്കിന് വേണോ? എടോ കിളവാ, നിന്റെ കാല് നിക്കണമെങ്കിൽ ഒരു വടി വേണം. അതും കൂടാണ്ട് നീ അന്വേഷിച്ച് വന്നോളൂ. ഉള്ളിലുള്ളത് തല മാറിപ്പോയി കിളവാ. പോടാ. നമുക്ക് ഓടിപ്പോവാ. നമുക്ക് പോവാ. വേണ്ട, വിട്ടേക്കടാ വിട്ടേക്കടാ. വേണ്ട വേണ്ട. എന്താണ് നോക്കിയിരിക്കുന്നേ? ഇനി 5 മിനിറ്റേ ഉള്ളൂ. അതിനിടയിൽ മാറ്റർ കഴിക്കേ. തീരുടാ. ഓടാ. അനിയമരെ, നീ എന്താ ചെയ്യുന്നേ? സ്വാമി, എന്റെ മരുമക്കൾ രണ്ടുപേരും ആഘോഷിക്കാൻ പോയിരിക്കുകയാണ്. ഈ തായ്ലൻഡ് മുഴുവൻ അലഞ്ഞിരിഞ്ഞിട്ട് കിട്ടിയൊരു പിഞ്ച് മാമ്പഴം ഇതാണ്. ഇതാണോ പിഞ്ച് മാമ്പഴം? ഇവിടെ കടിച്ചു തിന്നു വെച്ചാൽ ഇവനും അതിന് പങ്കുവയ്ക്കണം സ്വാമി. പങ്കെടുത്തില്ലെങ്കിൽ പ്രേതം എന്നെ കൊന്നുകളെ. ഒന്ന് പറ സ്വാമി. അനിയന്മാരെ, സ്വത്തും പിരിക്കാം ചോറും പിരിക്കാം, പക്ഷേ സുഖത്തെ പിരിക്കാൻ പറ്റില്ല മക്കളെ. സത്യം സത്യം. രക്ഷപ്പെടാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ. എന്താ വഴി? അത് നോക്ക്. രാഹുലേ, നീ എന്താ ഓവിയെ വിട്ടിട്ട് ഇവിടെ വന്നിരിക്കുന്നത്? അവിടെ മൊത്തം പ്രശ്നമാണെന്നേ, അതുകൊണ്ടല്ലേ ഞാൻ ഇവിടേക്ക് വന്നേ. എവിടെയൊക്കെയാണോ? എടോ താൻ എവിടെ? അതായത് 20 വർഷങ്ങൾക്ക് മുമ്പേ നിങ്ങൾ ഇവിടെ ചെയ്യാൻ വന്നില്ലേ? നീ പറയുന്നതിന് മുമ്പേ അവളെ ചെയ്തു തീർക്കോടാ.
എന്നെ നീ രക്ഷിക്കണമെങ്കിൽ ആ റൂമിനകത്ത് പോയി കഥ അടച്ചോ. ആര് വിളിച്ചാലും ആരുടെ ശബ്ദത്തിൽ വിളിച്ചാലും എന്തിന് എന്റെ ശബ്ദത്തിൽ വിളിച്ചാൽ പോലും കഥ തുറക്കരുത്. പോ. ഓ ജിഗിജിഗ ജിഗിജിഗ. എടാ തിമിംഗലോ, നീ എന്താ ഇവരുടെ കൂടെ? അതാണ് സ്വാമി, എപ്പോഴും അടിക്കാനേ വിളിക്കൂ. അതെ അതെ, ആദ്യമായിട്ടാ അടിക്കാൻ വിളിക്കുന്നത്, അതുകൊണ്ട് മിങ്കിളായി. സൂപ്പർ, കണ്ടിന്യൂ ചെയ്തോ. ആ എടോ 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 വിടില്ല, എടാ ഒരു പാൻ ഇടടാ, എടോ 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 വിടടാ. ഓ പാൻ മാറടാ, പോടാ പോടാ. വന്നവരൊക്കെ പ്രേതത്തെ ചെയ്തോ? ഇല്ല സ്വാമി, പ്രേതമാണ് അവര് ചെയ്യുന്നത്. നീ എന്തോടാ പറയുന്നേ? അതെ സ്വാമി, ഞാൻ പറഞ്ഞത് സത്യമാണ്. ആ ശരി, നീ പോയി ബാറ്ററി കഴിച്ചിട്ട് വാ. ശരി സ്വാമി. നോക്കേ, 3 മിനിറ്റേ ഉള്ളൂ. അതുവരെ എനിക്ക് ആത്മാവിനെ കൺട്രോൾ ചെയ്യാൻ പറ്റൂ. എങ്ങനെയാ സ്വാമി 3 മിനിറ്റോട്ട് കഴിയാ? നൂഡിൽസ് 2 മിനിറ്റ് ചെയ്തില്ലേ, ഇത് ചെയ്യാൻ പറ്റില്ലേ? ആ ചെല്ലുന്നേ. ശരി സ്വാമി. പണിയെടുക്കാൻ പറഞ്ഞാൽ സമയം നോക്കിക്കൊണ്ടിരിക്കുക. എന്താ മോളെ, അതിനിടയ്ക്ക് എല്ലാം തീർന്നോ? ഇതിനെല്ലാം ഐഡിയ കൊടുത്തത് നീയാണോ? ഐഡിയ മാത്രമല്ല, ഇതെല്ലാം ചെയ്യാൻ പറഞ്ഞത് ഞാനാണ്. ഇത്രയും വർഷമായിട്ട് അടങ്ങാത്ത ആശയുമായി കാത്തിരുന്ന എനിക്ക് അവസാനമായിട്ട് ലഭിച്ചത് ആ 2 വെർജിൻ ആണുങ്ങളാണ്. പൂജ വാതിൽ തുറക്ക്. എടി വാതിൽ തുറക്ക് പൂജ. എടി വാതിൽ തുറക്ക്. സ്വാമി പറഞ്ഞിട്ടുണ്ട് എന്തെന്ന്? ആര് വന്ന് വിളിച്ചാലും തുറക്കരുതെന്ന്. എനിക്ക് നന്നായിട്ട് അറിയാം ഇത് ആരാണെന്ന്. എടി ഞാൻ ശരിക്കും നിന്റെ ഭർത്താവാണ്, വാതിൽ തുറക്കടി. എനിക്ക് അറിയാടാ, നീ വീരയാണോ ഐരയാണോ എന്ന്. അയ്യോ, കോമഡി അടിക്കാതെ ആദ്യം ഒന്ന് വാതിൽ തുറക്കുന്നുണ്ടോ? എന്തുവാടി? എനിക്കൊരാഗ്രഹമുണ്ട്. അതൊക്കെ ഇടയ്ക്ക് പറഞ്ഞാൽ പറയാ പറ്റേ. എന്തുവാടി എടി, സമയല്ലടി ഒന്ന് ഫസ്റ്റ് നൈറ്റ് സ്വിമ്മിംഗ് പൂളിൽ വെച്ച് ചെയ്യണമെന്ന് ആഗ്രഹം. സ്വിമ്മിംഗ് പൂളില് ഇതില് സ്വിമ്മിംഗ് ഉണ്ടാവും, പക്ഷെ രണ്ടാമത്തെ അത് എന്റേതായിരിക്കില്ല. ഓക്കേണോ? അപ്പൊ വാ പോവാം. അതെ, പയ്യന്മാര് ഇഷ്ടമില്ലാത്ത പെണ്ണുങ്ങളോട് ചെയ്താൽ അത് റേപ്പ്. അതുപോലെ പയ്യന്മാർക്ക് ഇഷ്ടമില്ലാത്ത പെണ്ണുങ്ങൾ ചെയ്താൽ അത് റേപ്പാ. ഇതിന് ശിക്ഷയായിട്ട് ബ്രിഡ്ജിന്റെ അടിയിൽ തൂക്കി കൊന്നിട്ടുണ്ട്. എന്തിന്? എൻകൗണ്ടർ പോലും ചെയ്തിട്ടുണ്ട്. നീ പറഞ്ഞത് ശരിയാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ എന്റെ അടുത്തേക്ക് 30 പേരെ നീ അയച്ചില്ലേ, അത് റേപ്പ് അല്ലടാ, അത് തെറ്റല്ലേ? തെറ്റ് തന്നെയാ, വലിയ തെറ്റ് തന്നെയാ. ഞാൻ വലിയ തെറ്റ് ചെയ്തു മോളെ. ഞാനാ ഫസ്റ്റ്. ഞാനാണ് ആദ്യം. ശരി, നമ്മൾ തമ്മിൽ ചുമ്മാ അടി ഉണ്ടാക്കണ്ട. നിന്റെ പേര് ടിയിൽ തുടങ്ങുന്നു, എന്റെ പേര് ആറിൽ തുടങ്ങുന്നു. ആൽഫബറ്റ് പ്രകാരം 6 ആണ് ആദ്യം, അതുകൊണ്ട് ഞാനാണ് ഫസ്റ്റ്. ഇങ്ങനെ ഒന്ന് ചെയ്താലെന്താ? എന്താ? ടോസ് ഇട്ട് നോക്കാം. തലയോ പൂവോ കിട്ടിയാൽ എനിക്ക്. ഇങ്ങനെ നിന്നാ നിനക്ക്. അങ്ങനെ നിക്കത്തില്ലല്ലോ. നിക്കാതെ കാര്യത്തിന് മുക്കലിടാ മൂദേവി. മാംഗോ ക്ലോസ് ഇരുന്നൊക്കെ പിന്നെ ആവാം, ആദ്യം ഇങ്ങോട്ട് വാ. എടി വാതിൽ തുറക്ക്, ഞാൻ എന്റെ ഭർത്താവ്. ഓ അതെയോ? ഞാൻ ചോദിക്കുന്ന 3 ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്, എന്നാ ഞാൻ വിശ്വസിക്കാം. ഓ ഒന്ന് പെട്ടെന്ന് ചോദിക്ക്. ഫസ്റ്റ് ടൈം നീ എവിടെ വെച്ചാ എന്നെ കണ്ടേ? നിന്നെ പെണ്ണ് കാണാൻ വരുമ്പോ. പെണ്ണാണോ വന്നപ്പോ? എല്ലാരും ഫസ്റ്റ് ടൈം അങ്ങനെ കാണാം. ശരി, സെക്കൻഡ് ക്വസ്റ്റ്യൻ, നമ്മൾ എന്തിനാ ഇവിടേക്ക് വന്നേ? അതിന് വേണ്ടിയാണ് വന്നത്. അതെല്ലേ, അതിനു വേണ്ടിയല്ലേ ഇവിടേക്ക് വരാ, ഹണിമൂണിന്. ശരി, തേർഡ് ക്വസ്റ്റ്യൻ, നമുക്ക് 2 പേർക്കും നടന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം പറ. പറഞ്ഞ ഡോർ ഓപ്പൺ ചെയ്യാം. നിന്റെ അച്ചടാൻ പറഞ്ഞ ഇലക്ട്രിക് ഷെഡി അത് മാത്രം ഇട്ടിരുന്നില്ലെങ്കിലേ ഒരു പ്രശ്നമില്ലാതെ. ഇതിന് ഞാനെന്ത് ചെയ്യാനാ? ഇതിന് പ്രായശ്ചിത്തമായിട്ട് എന്റെ ആശ നീ നിറവേറ്റ്. നീ വെർജിൻ ആണെന്ന് എനിക്കറിയാം. ഞാൻ തന്നെ നിനക്ക് ആവശ്യമുള്ളത് ചെയ്തു തരാം.
മെല്ലെ വാ വാ. നിങ്ങളെല്ലാം എവിടെ നിൽക്കുക? അളിയ ഉറപ്പായിട്ട് അകത്ത് പോയി നോക്കണോ? എടാ മൊട്ട തീർച്ചയായും പ്രേതത്തിനെ ഓടിച്ചിട്ടുണ്ടാവും. പ്രേതമായിരിക്കും മോട്ടെ പീസ് ആക്കാൻ പോണത്. ശരി ഇപ്പൊ എന്താ ചെയ്യാൻ പോവാ? ഒറ്റയ്ക്ക് കർമ്മം ചെയ്യണം. ഞങ്ങൾ പോകാം. നമുക്കകത്ത് പോയി നോക്കില്ലേ? മെല്ലെ മെല്ലെ. അളിയാ എന്താ മൊട്ടയും ആ പെണ്ണ് രണ്ടിനെയും കാണുന്നില്ല. അതായത് പ്രേതം. ഇതെന്താ അമ്മാവാ ആരെയും കാണുന്നില്ലല്ലോ? മരുമോനെ റൂം കാര്യമാണെങ്കിൽ ഒരു പ്രശ്നമില്ല. നമുക്ക് ഇവിടുന്ന് പോവാൻ നോക്കാം. വാ പോവാം. വേഗം വാ. ആ കാമപിശാശി എനിക്ക് അതും ഇതും പറഞ്ഞ് അവക്ക് മോക്ഷം കിട്ടി, എനിക്ക് മോശം കിട്ടി. എന്റെ ആഗ്രഹം തീർന്നിട്ടില്ല. അവൾക്ക് എങ്ങനെ ഒരു വെർജിനെ ആഗ്രഹിച്ച് കിട്ടിയോ അതുപോലെ ഞാനും ഒരു വെർജിൻ പെണ്ണിന്റെ അടുത്ത് എന്റെ ആഗ്രഹം തീർക്കാതെ പോവില്ല. ഐ ആം വെയിറ്റിംഗ്.